നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ വളാഞ്ചേരി കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് ഡിസംബർ 5-ന് വിശ്വാസികൾക്കായി തുറന്നു നൽകും. ഒരേ സമയം 2500 പേർക്ക് പള്ളിയിൽ നമസ്കരിക്കാവുന്ന തരത്തിൽ കൂടുതൽ സൗകര്യത്തോടെയാണ് ജുമാ മസ്ജിദിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ടോടെ മഹല്ല് ഖാലി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകും. 1907 സ്ഥാപിതമായ ഒരു നൂറ്റാണ്ടിലധികം ചരിത്രവും മഹിമയും പാരമ്പര്യവുമുള്ള പള്ളിയാണ് കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ്. 1917 പള്ളിയുടെ പണി പൂർത്തീകരിച്ച് തുറന്നുകൊടുക്കുകയായിരുന്നു. 80കളിൽ പള്ളി വിപുലീകരിച്ച് തുറന്നു നൽകുകയും ചെയ്തു. കാലപ്പഴക്കത്താലും സ്ഥല സൗകര്യത്തിന്റെ അപര്യാപ്തതയും കാരണം പള്ളി പുനർനിർമ്മിക്കണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തുടക്കമിട്ടത്. 2019 വർഷത്തിൽ മഹല്ല് ഖാലിയായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആദ്യ സംഭാവന സ്വീകരിച്ച് 2020 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തറക്കല്ലിടുകയായിരുന്നു. തുടർന്ന് 2021 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരാണ് കട്ടിലവെക്കൽ കർമ്മം നിർവഹിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മഹല്ലിനകത്തും പുറത്തുമുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളോടെയാണ് പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഏറ്റവും മനോഹരമായി കൂടുതൽ സൗകര്യത്തോടെയുമാണ് പള്ളിയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 1400-ലധികം കുടുംബങ്ങൾ അംഗത്വമുള്ള മഹല്ല് നിവാസികൾക്കും യാത്രക്കാർക്കും കച്ചവടക്കാർക്കും വിദ്യാർത്ഥികൾക്കും നമസ്കരിക്കാനാകുന്ന സൗകര്യമാണ് പള്ളിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം 2500 പേർക്ക് പള്ളിയിൽ നമസ്കരിക്കാം. കാലപ്പഴക്കത്താൽ പള്ളി ജീർണതയിൽ എത്തിയപ്പോൾ വിദഗ്ധരായ എഞ്ചിനീയർമാരെ കാണിക്കുകയും അവരുടെ വിദഗ്ധ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പള്ളി നവീകരിക്കാനും അന്നത്തെ കമ്മിറ്റി തീരുമാനിച്ച് 2019 അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2019 അന്നത്തെ ഖാലിയായിരുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കയ്യിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ച് ഇതിൻ്റെ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2020 കൊറോണ കഴിഞ്ഞതിന് ശേഷം നവംബർ മാസം 18-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തറക്കല്ലിടുകയും 2021 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് കട്ടില കർമ്മം നിർവഹിക്കുകയും ചെയ്ത് പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. അതിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് 2024 ഡിസംബർ മാസം 5-ാം തീയതി വിശ്വാസികൾക്കായി നമ്മുടെ ഖാലി തുറന്നു കൊടുക്കുകയാണ്. ഡിസംബർ 5-ന് വ്യാഴാഴ്ച വൈകിട്ടോടെ മഹല്ല് ഖാലി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോട്ടപ്പുറം മഹല്ല് ജുമാ മസ്ജിദ് വിശ്വാസികൾക്കായി തുറന്നു നൽകും. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് ടി പി അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA മുഖ്യാതിഥിയാകും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ട്രഷറർ കയ്യോട് ഉമ്മർ മുസ്ലിയാർ നസീഹത്തിന് നേതൃത്വം നൽകും. ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, മുനീർ ഹുദവി വിളയിൽ, ഖലീൽ ഹുദവി കാസർകോട് എന്നിവർ മതപ്രഭാഷണങ്ങൾ നടത്തും. ദാതാത്യങ്ങളും പണ്ഡിതന്മാരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും.